ഹലോ വീട്ടമ്മാസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൂരിയാണ്, ഒട്ടും ഹാർഡല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൂരിയാണ് കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബൂരിയാണ്, അതേപോലെ തന്നെ നല്ല ഫ്ലഫിയാണ് കേട്ടോ ഈ ബൂരി. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് നല്ല ക്രിസ്പി അധികം എണ്ണയൊന്നും കുടിക്കാത്ത ബൂരി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ തന്നെ വേണമെന്നില്ല, ഗോതമ്പ് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ 1 കപ്പ് മൈദ 1 കപ്പ് ഗോതമ്പ് പൊടി അങ്ങനെയാണെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല സോഫ്റ്റായിട്ട് ബൂരി തണുത്ത് കഴിഞ്ഞാലും ബൂരി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ, ഒട്ടും ഹാർഡാവാണ്ടിരിക്കാനായിട്ടാണ് ഇതിലേക്ക് ഡാൽഡ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഡാൽഡ അല്ലെങ്കിൽ ഓയിലായാലും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് ചപ്പാത്തി ഭയങ്കര ഹാർഡായിരിക്കുമല്ലോ, അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. എത്ര നേരം കഴിഞ്ഞാൽ അത് കഴിച്ചാലും സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെയാണ് ബൂരിയിൽ, നമുക്ക് ബൂരിയും അങ്ങനെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് അളവിൽ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്തത്. ഒരുമിച്ച് അധികം വെള്ളം ചേർക്കരുത്, പൊടി ഭയങ്കരമായിട്ട് ലൂസായിപ്പോവും. അപ്പോൾ ഇത് അധികം സോഫ്റ്റും അല്ല, എന്നാൽ അധികം ഹാർഡും അല്ലാത്ത രീതിയിലാണ് കേട്ടോ നമുക്ക് ബൂരിക്ക് പൊടി കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പൊടി നല്ല ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ തേച്ച് കൊടുത്ത് 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ടോ. പിന്നെ ഇത് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. ഒരു ചെറിയ നാരങ്ങൻ്റെ വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഇവിടെ ഓരോ ഉരുളകളായിട്ട് മാറ്റിയത്. ഇപ്പോൾ ഇവിടെ ഉരുളകളായിട്ട് മാറ്റി വെച്ച പൊടി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഞാൻ കുറച്ച് ആട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഒന്ന് പരത്തി കൊടുക്കണത്. അധികം നേരിയതാക്കി പരത്തണ്ട, എന്നാൽ അധികം കട്ടിയിലും വേണ്ട കേട്ടോ. നമുക്ക് മീഡിയം ഒരു തിക്നെസ്സിൽ മതി. അപ്പോൾ ഇതിങ്ങനെ പരത്തി പ്ലേറ്റിലേക്ക് ഓരോന്നായി മാറ്റി വെക്കാം. പൊടി ഇട്ടത് കൊണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ബൂരി പൊരിച്ചെടുക്കാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോ ബൂരിയും ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഓയിലാണ് യൂസ് ചെയ്തത് ഫ്രൈ ചെയ്യാനായിട്ട്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. പൂരിയൊക്കെ ചിലവരുണ്ടാക്കുമ്പോൾ നല്ല ഹാർഡായിട്ടൊക്കെ പോകില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരിക്കലും ബൂരി ഹാർഡാവില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ബൂരി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൂരിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ബൂരിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.